പലപ്പോഴും പലരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഡി ആർ എല്ലിൻ്റെ കളേഴ്സ് ചേഞ്ചായി യെല്ലോ ആകുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യാതെ വരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലയിൻ്റാണ്. പക്ഷേ ഏത് വാഹനങ്ങളാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വാഹനം ഏതാണെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ എന്താണ് ഇതിന് പറ്റുന്നൊരു സൊല്യൂഷൻ എന്നുള്ളത് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം നിങ്ങളുടെ വാഹനം അണ്ടർ വാറണ്ടി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് വാറണ്ടി ആണോ എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഏകദേശം ഒരു 5 വർഷത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിത് വാറണ്ടി തന്നെ റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതാണ്. പലപ്പോഴും നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പം പറയുമായിരിക്കും നമുക്ക് വാറണ്ടി കിട്ടില്ല. അന്നേരം നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ് വാറണ്ടി കിട്ടാത്തത്. കാരണം നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, വയർ കട്ടിങ് ചെയ്തിട്ടില്ല, ഹെഡ് ലൈറ്റിന് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാമേജസും സംഭവിച്ചിട്ടില്ല. ഈ 3 കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി ചോദിക്കാനുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ അവകാശം കൂടെ തന്നെയാണ് വാറണ്ടി ചോദിക്കുക എന്നുള്ളത്. ഇനി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ട, ഒന്നെങ്കിൽ കയ്യിൽ കാശ് മുടക്കി മാറുക, അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം ഇൻഷുറൻസ്. അത് ഞാൻ പറഞ്ഞുതരാം, ഈ വീഡിയോയിലാകുമ്പോൾ പറഞ്ഞുതരാം. അപ്പം ഈ പറഞ്ഞൊരു കാര്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക. ഇനി അവർ പറ്റില്ല എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണുള്ളത്. അതായത് അവിടുത്തെ സർവീസിൻ്റെ മാനേജറുമായിട്ട് അപ്രോച്ച് ചെയ്യുക. മാനേജർ ഓക്കെ അല്ല എന്ന് പറയുകയാണെങ്കിൽ അവരുടെ മേലിലുള്ള ഹയർ അതോറിറ്റി, അതിനുശേഷം നിങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ കമ്പനിയിലോട്ട് തന്നെ മെയിൽ അയക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം വെറുതെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല. എന്തെങ്കിലും ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ, ഞാൻ ഇതിനകത്ത് പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന് ഏതെങ്കിലും രീതിക്ക് എക്സ്റ്റേണൽ ഹിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ഹിറ്റ് നമുക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമിൽ തന്നെ പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ വാറണ്ടി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിക്ക് ഇതിലൊരു എക്സ്റ്റേണൽ ഹിറ്റ് സംഭവിച്ച് ഇതിന് ബ്രേക്കോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇൻഷുറൻസിൽ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ്. ഒരു ഓപ്ഷനും ഇല്ലെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഇൻഷുറൻസ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിലോട്ട് ആദ്യമേ ചാടിക്കയറി പോകാൻ ഞാൻ പറയില്ല. അങ്ങനെ നിങ്ങളുടെ വാഹനം വരുന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണെങ്കിൽ ചെറിയൊരു ക്ലെയിം ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ക്ലെയിം ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ഫുൾ കവർ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഹെഡ് ലൈറ്റിൻ്റെ പകുതി പൈസ, അതായത് ഒരു 20,000 രൂപ വരുന്ന ഹെഡ് ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 10,000 രൂപയെ കയ്യിൽ നിന്ന് വരുന്നുള്ളൂ. 10,000 രൂപ വരുന്നുള്ളൂ എന്നല്ല, പക്ഷേ ആ ഒരു ഭംഗിക്കുറവ്, അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ കാണുന്ന ഒരു വൃത്തികേട്, ചില സമയത്ത് ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ വരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യാതെയൊക്കെ വരുന്നൊരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഞാൻ ആ ഒരു പ്രൈസ് നോക്കണ്ട, അത് റീപ്ലേസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയും. പലപ്പോഴും നമ്മുടെ വാഹനത്തിന് 10 വർഷം വരെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടാറുണ്ട്. പലരും ഒരു 2 വർഷം 3 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ കഴിയുമ്പോൾ ബമ്പർ ടു ബമ്പർ വേണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബമ്പർ ടു ബമ്പർ തന്നെ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിക്ക് ഇതുപോലെ ലൈറ്റിൻ്റെ മാത്രമല്ല വേറെ എന്ത് പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു ക്ലെയിം ഫീസിൽ തന്നെ കാര്യം തീരുന്നതായിരിക്കും.